ഹായ് നമസ്കാരം. കേരളത്തിന്റെ കായൽപ്പരപ്പിൽ ആവേശത്തിന്റെ തിരയിളക്കം തീർക്കുന്ന ഒരു കഥയുണ്ട്. ആവേശവും പാരമ്പര്യവും ഒരുപോലെ തുഴയെറിയുന്ന ആ കഥയിലേക്കാണ് നമ്മളിന്ന് തുഴഞ്ഞെത്തുന്നത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് വള്ളംകളിയെക്കുറിച്ചാണ്. ശാന്തമായി ഒഴുകുന്ന കായലിനെ ഒരു നിമിഷം കൊണ്ട് ആർപ്പുവിളികളുടെയും താളത്തിന്റെയും ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്ന ഒരനുഭവം. ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോ എന്താണീ വള്ളംകളി? ഇതൊരു സ്പോർട്സ് ഇവന്റ് മാത്രമായിട്ട് കാണരുത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. പ്രത്യേകിച്ചും ഓണം വരുമ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കേരളത്തിലെ കായോരങ്ങളെല്ലാം ഈ ഒരു ആവേശത്തിലായിരിക്കും. ശരിക്കും പറഞ്ഞാല് ഈ കളിയുടെ ഹീറോസ് ആരാണെന്നറിയാമോ? ചുണ്ടൻ വള്ളങ്ങൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പാമ്പ് വള്ളങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 100 അടിയിൽ കൂടുതൽ നീളം, 100-ലേറെ തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയുന്നു. ഭയങ്കര കാഴ്ചയാണത്. വെറുമൊരു വള്ളമല്ലിത്. പണ്ടത്തെ രാജാക്കന്മാർ ഒരു 13-ാം നൂറ്റാണ്ടിലൊക്കെ യുദ്ധത്തിനുപയോഗിച്ചിരുന്ന വലിയ പടവള്ളങ്ങളുടെയൊക്കെ ഒരു പുതിയ രൂപമാണിത്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ വള്ളംകളിയും ഒരുപോലെ തോന്നും, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. എല്ലാ വള്ളംകളിയും ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ചിലത് തീവ്രമായ മത്സരങ്ങളാണെങ്കിൽ മറ്റു ചിലത് തികച്ചും ഭക്തിനിർഭരമായ അനുഷ്ഠാനങ്ങളാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ഫേമസായ 2 എണ്ണം എടുത്തുനോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്സരങ്ങളുടെ രാജാവിനെ പരിചയപ്പെടാം. നെഹ്റു ട്രോഫി വള്ളം കളി. ആലപ്പുഴയിലെ പുന്നമടക്കായൽ അക്ഷരാർത്ഥത്തിൽ ഒരു സ്റ്റേഡിയമായി മാറും. ഇവിടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: വിജയം. വേഗത, ശക്തി, പിന്നെ ഓരോ കരയുടെയും അഭിമാനം. അതുകൊണ്ടാണ് ഇതിനെ കായലിലെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത്. അതിലെ ഒരു തരി പോലും അതിശയോക്തിയില്ല. അപ്പൊ നോക്കൂ, ഇതാണ് ആ പ്രധാന വ്യത്യാസം. നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ഒരു പക്കാ സ്പോർട്ടിംഗ് ഇവന്റാണ്. അവിടെ പ്രൈസ് മണിയുണ്ട്, ട്രോഫിയുണ്ട്. ജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ സ്പെക്ട്രത്തിന്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്ന ആളാണ് ആറന്മുള വള്ളംകളി. അതൊരു മത്സരം എന്നതിലുപരി ദൈവത്തിനുള്ളൊരു സമർപ്പണമാണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ നെഹ്റു ട്രോഫിയിലെ മത്സരം എത്രത്തോളം ടൈറ്റാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറയാം. 2024-ലെ ഫൈനലില് ഒന്നാമതെത്തിയ വള്ളവും രണ്ടാമതെത്തിയ വള്ളവും തമ്മിലുള്ള വ്യത്യാസം വെറും 0.005 സെക്കൻഡ്. നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിന്റെ ഒരു അംശം മാത്രം. അത്രയ്ക്ക് കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നത്. അപ്പോ ആ മത്സരത്തിന്റെ തീവ്രതയിൽ നിന്ന് നമുക്ക് ഭക്തിയുടെ ശാന്തതയിലേക്ക് ഒന്ന് മാറി സഞ്ചരിക്കാം. നേരെ ആറന്മുളയിലേക്ക്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇവിടെ ആരും ട്രോഫിക്ക് വേണ്ടിയല്ല തുഴയുന്നത്, മറിച്ച് നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു വിശ്വാസത്തെ, ഒരു ഐതിഹ്യത്തെ ബഹുമാനിക്കാനാണ്. ഈ വള്ളംകളിയുടെ കഥ തുടങ്ങുന്നത് പമ്പാനദിയുടെ തീരത്തുള്ള പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാല് ഇതിന്റെ പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമുണ്ട്. ഒരു വാഗ്ദാനത്തിന്റെ കഥയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഐതിഹ്യം ഇങ്ങനെയാണ്: ഒരു ഭക്തന് സ്വപ്നത്തില് ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് സദ്യയുമായി വരാൻ പറയുന്നു. അങ്ങനെ തിരുവോണത്തോണി എന്നു പേരുള്ള ആ പുണ്യവള്ളം സദ്യയുമായി യാത്ര തുടങ്ങി. പക്ഷേ വഴിയിൽ വെച്ച് കൊള്ളക്കാർ ആക്രമിച്ചു. അപ്പോ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അടുത്തുള്ള കരകളിലെ ആളുകൾ അവരുടെ വള്ളങ്ങളുമായി പാഞ്ഞെത്തി. ആ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഓർമ്മ പുതുക്കലാണ്, ഒരു പുനരാവിഷ്കാരമാണ് ഈ വള്ളംകളി. അതുകൊണ്ടാണ് ഇവിടുത്തെ വള്ളങ്ങളെ വെറും വള്ളങ്ങളെന്ന് വിളിക്കാത്തത്. അവ പള്ളിയോടങ്ങളാണ്, അതായത് സാക്ഷാൽ ഭഗവാന്റെ വാഹനം പോലെ പവിത്രമായവ. അപ്പോ ആറന്മുളയിലെ ഈ ദിവസമെന്ന് പറയുന്നത് അതൊരു റേസ് ഡേ അല്ല, അതൊരു ഉത്സവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഭക്തിയോടെ നീങ്ങുന്നൊരു ഘോഷയാത്ര, ചെവിയിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണം, പിന്നെ നാവിൽ വെള്ളമൂറിക്കുന്ന ഒരു ഗംഭീര സദ്യ. എല്ലാം കൂടെ ചേർന്നൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസാണ്. 30ഓ 40ഓ പള്ളിയോടങ്ങൾ, ഒരേ നിരയില്, വെള്ളമുണ്ടുമുടുത്ത് 100-ലേറെ തുഴച്ചിൽക്കാർ. അവരെല്ലാവരും വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊത്ത് ഒറ്റക്കെട്ടായി തുഴയുകയാണ്. ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേഗതയ്ക്കല്ല പ്രാധാന്യം, ആ ഒത്തൊരുമയ്ക്കാണ്. സിങ്ക്രണൈസേഷൻ. ഓരോ തുഴയും ഒരുമിച്ച് വെള്ളത്തിൽ വീഴുന്നത് ദൈവത്തിനുള്ളൊരു സമർപ്പണമായിട്ടാണ് അവര് കാണുന്നത്. ഈ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് ആഘോഷം അതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. അതാണ് വള്ളസദ്യ. ഇതൊരു സാധാരണ സദ്യയാണെന്ന് വിചാരിക്കരുത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ വിരുന്നുകളിൽ ഒന്നാണിത്. ഒരു അനുഷ്ഠാനം പോലെയാണ് ഈ സദ്യ. തുഴഞ്ഞെത്തിയ ഭക്തർക്കും ദൈവത്തിനും ഒരേപോലെ നൽകുന്നൊരു സമർപ്പണം.
ഈ സദ്യയുടെ ഒരു വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 70-ലധികം കറികളാണ് വാഴയിലയിൽ വിളമ്പുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 70 വിഭവങ്ങൾ. ഓരോ കറിക്കും അതിന്റേതായ കഥയും പ്രാധാന്യവുമുണ്ട്. ഇതിപ്പോ പരിപ്പ്, സാമ്പാറ്, അവിയൽ, കാളൻ, പച്ചടി, പിന്നെ മധുരത്തിന് പായസം, ഇഞ്ചിപ്പുളി, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഐറ്റംസ്. ഇതൊക്കെ വെറുതെ വിളമ്പുന്നതല്ല. ആ ഐതിഹ്യത്തിൽ പറഞ്ഞ് രക്ഷിച്ചെടുത്ത ആ സദ്യയിലെ വിഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണിതെല്ലാം. ഇതൊക്കെ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം. അപ്പോ ഇത്രയും പവിത്രമായ, ആഴത്തിലുള്ള അർത്ഥങ്ങളൊക്കെയുള്ള ഒരു പാരമ്പര്യം അതൊരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു വലിയ ചോദ്യത്തിലേക്ക് വരുന്നത്. കാരണം കേരളത്തിലേക്ക് കൂടുതൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു സമ്മർദ്ദമുണ്ടാകും. ഈ അനുഷ്ഠാനങ്ങളെല്ലാം വിൽക്കാനുള്ളൊരു പ്രോഡക്റ്റായി മാറുമോ? അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് അതൊരു വെറും കാഴ്ചവസ്തു മാത്രമായി ഒതുങ്ങുമോ? വരുമാനം പാരമ്പര്യത്തേക്കാൾ വലുതാകുമോ? ഈയൊരു പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്: കൾച്ചറൽ കമ്മോഡിഫിക്കേഷൻ. അതായത് സംസ്കാരത്തെ ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റുക. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ആത്മാവ്, അതൊക്കെ പതിയെ ഇല്ലാതാവോ? എങ്ങനെയാണ് നമ്മൾ അതിന്റെ തനിമയെ സംരക്ഷിക്കുക? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം ആ നാട്ടിലെ ആളുകൾ തന്നെ ഇതിന്റെ കാവൽക്കാരായി മുന്നോട്ടു വരുന്നുണ്ട്. ഉദാഹരണത്തിന് പള്ളിയോട സേവാസംഘം. ഈ പള്ളിയോടങ്ങളെ പരിപാലിക്കാനും ആറന്മുള വള്ളം കളിയുടെ ആചാരങ്ങൾക്കൊന്നും ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കാനും അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അതായത് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും വേണം, അതേസമയം പാരമ്പര്യത്തിന്റെ തനിമ നഷ്ടപ്പെടാനും പാടില്ല. ആ ഒരു ബാലൻസ് കണ്ടെത്താനാണ് അവരുടെ ശ്രമം. അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്. ഒരു അനുഭവത്തെ അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ എങ്ങനെയാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കിടയിൽ ഇത്തരം പാരമ്പര്യങ്ങളെ അതിന്റെ തനിമയോടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ കാത്തുസൂക്ഷിക്കും? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മളെല്ലാവരും കൂടെയാണ് കണ്ടെത്തേണ്ടത്.